SNDP യോഗത്തിന്റെ 1103 നമ്പർ ശാഖയുടെ മേൽനോട്ടത്തിലാണ് ഇത്രയും വലിയ സ്ഥാപനങ്ങൾ നടക്കുന്നത് എന്നത് നമുക്കെല്ലാം അത്ഭുതമുണ്ടാക്കുന്നതാണ്. കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാലയത്തിന്റെ നടപടികൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏറെ വിജയകരമായിട്ട് ഈ വിദ്യാലയങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുപോകുന്നു. അതിൽ വരുന്ന ഇവിടുത്തെ സന്ദർശകരെ അത് വേണ്ട വിധം സ്വീകരിക്കുന്നു. അവരുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും എല്ലാം നമുക്ക് കണ്ടുപഠിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കണം, ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ അറിയണം. മാത്രമല്ല, നമ്മൾ ഇരിക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പഠന കേന്ദ്രത്തിലാണ്. ഇവിടെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ക്ലാസ്സുകളുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ക്ലാസ് നടക്കുന്നുണ്ട്. പ്രശസ്തരായിട്ടുള്ള അധ്യാപകർ ഇവിടെ വന്ന് ക്ലാസ്സുകൾ എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉദ്ബോധനം നടത്തി പോകുന്ന ഒരു സമ്പ്രദായമാണ്. ഇതെല്ലാം ചുമതലകൾ വഹിക്കുന്നത് ശാഖയുടെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്കിലും മുഴുവൻ സമയവും ഈ ശാഖയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഏറെ ആദരവോടുകൂടി ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റായിട്ട് അനിത ടീച്ചർ ഈ സംഘടനയോട് ചേർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ട് ഈ അനില ടീച്ചറെയും ഹൃദയഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ 3 പ്രവർത്തകരെയും നേതൃത്വത്തിലുമായി സ്വാഗതം ചെയ്യുന്നു. കമ്മിറ്റി മെമ്പർ പിന്നെ ഒരു സനീഷ് ഉണ്ട്, ഒരു പ്രസാദ് എന്നൊരാളെ പരിചയപ്പെട്ടിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ എല്ലാവരും നമ്മളെ സ്വീകരിക്കുവാനായിട്ട് ഇവിടെ സമീപത്തുണ്ട്. ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ ഒരു കയ്യ ശാഖയുടെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിച്ചു. അതുപോലെ നേതൃത്വം കൊടുക്കുന്ന സദസ്സാറ് എല്ലാവർക്കും നമസ്കാരം. തൊട്ട 1103 നമ്പർ ശാഖയാണ്. 1893 ഗുരു ഇവിടെ വന്ന് ഈ പ്രതിഷ്ഠ നടത്തുന്നത്. ശ്രീവല്ലഭൻ ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് അറിയാമായിരിക്കും. പക്ഷേ ഗുരു ആ കാലഘട്ടത്തിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ജനങ്ങൾക്ക് പല പല അഭിപ്രായങ്ങൾ. അന്നത്തെ ഒരു പ്രത്യേകത, ഇത് പൂത്തോട്ടം മാത്രമുള്ളൊരു ഏരിയ ആയിരുന്നില്ല. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പ്രവേശനമൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ 28ഓളം കലക്കാർ കൂടിയാണ് ഈ അമ്പലം സ്ഥാപിക്കുന്നത്. നമ്മൾ ഒരുപാട് അകലെയുള്ളവരുണ്ട്. ശരിക്കും നേതൃത്വം കൊടുത്തത് കുലശേഖരമംഗലം എന്ന സ്ഥലത്തുള്ള കുട്ടിനാഥ് പാപ്പി വൈദ്യർ, അവരുടെ സഹോദരങ്ങളായ വൈദ്യന്മാർക്ക് കൂടി അവർ ഗുരുവായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഗുരുവിനെ അവരാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ അമ്പലം സ്ഥാപിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ അമ്പലം സ്ഥാപിക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ ചില തർക്കങ്ങളുണ്ടാകും. അപ്പോൾ വെച്ചാൽ ഗുരുവിനോട് ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് മുരുകനെ വേണം, ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് ശിവനെ വേണമെന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഗുരു ആരെയും പിണക്കിയില്ല. അപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗുരു അവിടെ പ്രതിഷ്ഠ നടത്തിയ ശേഷം പറഞ്ഞു, ഇത് ശൈവ ഷാമാതിര പ്രഭ എന്ന ശിവലിംഗമാണ്. ഇത് ശിവനുമുണ്ട് മുരുകനുമുണ്ട്. അതായത് ശിവൻ എല്ലാ ദിവസവും ശിവപ്രതിഷ്ഠയിലാണ്. നിങ്ങൾക്ക് തൊഴുതൊക്കെ ശിവനെയാണ്. ആ പ്രതിഷ്ഠയിൽ അങ്ങനെ ചെയ്യുമ്പോൾ മഹോത്സവം നടന്ന ആറാട്ട് കഴിഞ്ഞ് രാവിലെ, പിന്നെ ഇന്നൊക്കെ ആറാട്ട് ദിവസമാണ്. ഈ ഗുരു പറഞ്ഞ അനുസരിച്ച് ഈ ആറാട്ട് ദിവസം രാവിലെ മുമ്പിലെ വാതിൽ അടയും. ഇന്നിപ്പോൾ തൊഴുത ശിവനെ തൊഴുത വാതിൽ അടച്ച ശേഷം പുറകു വശത്തുള്ള വാതിൽ തുറന്ന് അവിടെ മുരുകനാണ്. അന്ന് ചന്ദനം ചാർത്തി മുരുകനാണ് അവിടെ അഭിഷേകം നടത്തി. കാവടി ഉണ്ടെന്ന് നമ്മുടെ ആറാട്ട് കടവിൽ നിന്ന് കാവടിയായി വന്ന് അഭിഷേകം നടത്തി ആ ഒരു ദിവസം മുഴുവൻ മുരുകനാണ് നമ്മൾ തൊഴുന്നത് ഉച്ചവരെ. അതാണ് ഇവിടുത്തെ രീതി. അതായത് ഗുരു ആരെയും പിണക്കിയില്ല. 2 പേരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അന്ന് തന്നെ ഗുരു ഇതിന് പ്രതിഷ്ഠയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് ചുറ്റും സരസ്വതി ഭദ്രങ്ങളാൽ നിറയും എന്ന രീതിയിൽ പറയുകയുണ്ടായി. അതനുസരിച്ച് ഇന്ന് ശരിക്കും പറഞ്ഞാൽ 8ഓളം സ്ഥാപനങ്ങൾ ഇന്ന് ഈ ശാഖയുടെ കീഴിലുണ്ട്. ഈ ശാഖയുടെ കാര്യം പറഞ്ഞാൽ ഇന്ന് 730 വീടുകളാണുള്ളത്. 2046 മെമ്പർമാരാണ് ഈ ശാഖയിലുള്ളത്. ഏകദേശം 2 കിലോമീറ്റർ നീളമാണ് ശാഖയ്ക്ക്, 1 കിലോമീറ്ററോളം വീതിയും കൂടി. അതാണ് നമ്മുടെ ഏരിയയിൽ പ്രദേശം. അതാണ് ഇവിടെ നമുക്ക് ആദ്യകാലത്ത് നമ്മുടെ ഹൈസ്കൂൾ, UP ഹൈസ്കൂളൊക്കെ ആദ്യം ഉണ്ടായത്. അതിനുശേഷം കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞൊരു പ്രത്യേകത എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾ വലിയ ധനികന്മാരൊന്നും ആയിരുന്നില്ല. അന്ന് ഈ കരയ്ക്ക് അറിയപ്പെടുന്ന പേര് പറവൂർ ദേശം എന്നൊക്കെ അറിയപ്പെടുന്നു. പറവൂർ എന്നൊരു പേരുദോഷമുള്ളൊരു കാലമായിരുന്നു. പകലുണ്ണ പറവൂർ എന്നാണ് അറിയപ്പെടുന്നത്. പകല് ആഹാരം വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നവരല്ല. അവിടുന്ന് വളരുകയാണ്. ശരിക്കും ഇന്ന് പറവൂർ എന്ന് പറഞ്ഞാൽ അറിയണേക്കാൾ കൂടുതൽ പൂത്തോട്ടം എന്നറിയപ്പെടുന്നത് ഈ അമ്പലവും ഈ സ്ഥാപനങ്ങളും വന്നതോടെ പൂത്തോട്ടൊക്കെ പ്രാധാന്യം വരികയാണ്. അന്ന് പറവൂർക്കര എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്.
അങ്ങനെ ഒരു മാറ്റത്തിലൂടെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് സ്ഥാപനങ്ങൾ ഉള്ളത് ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, VHSC ഉണ്ട്. നിങ്ങൾ വന്ന വഴി കാണാൻ സാധിക്കും. ആ കാണുന്നത് ഹൈസ്കൂളാണ്, ഈ സൈഡിൽ കാണുന്നത് VHSC ഹയർ സെക്കൻഡറി ആണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് BEd കോളേജാണ്. അതിൽ നമ്മുടെ അപ്പുറത്ത് കാണുന്ന ഓഫീസും ലേഡീസ് ഹോസ്റ്റലുമാണ് അതിനപ്പുറം സൈഡിൽ കാണുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇതിലൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ശ്രീനാരായണ പബ്ലിക് സ്കൂളാണ്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. എല്ലാവിധ സൗകര്യങ്ങളുള്ള സ്കൂളാണ്. അതിന് തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ സ്വാമി ശാസ്ത്രാനന്ദ കോളേജ്. അവിടെ നിന്ന് നമുക്ക് ശരിക്ക് വേമ്പനാട്ടിൽ കായൽ വരെ നമുക്ക് സ്ഥലമുണ്ട്. ആ ഭാഗത്ത് നമുക്ക് ഇന്ന് കേരളത്തിൽ തന്നെ എടുത്തു പറയാവുന്ന വലിയ ഗ്രൗണ്ടുകൾ രണ്ടെണ്ണമുണ്ട്. അവിടെ നമുക്ക് സ്ഥാപനത്തിൻ്റെതായ രീതിയിൽ സ്കൂളുകളും കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് NSS യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മീൻവളത്തലുണ്ട്, പച്ചക്കറിത്തോട്ടമുണ്ട്, ഒരുപാട് പദ്ധതികൾ ആ ഭാഗത്തുണ്ട്. സമയമുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഇതിനുശേഷം ഏറ്റവും അവസാനമായി വന്നത് നമ്മുടെ ലോ കോളേജാണ്. 2012 കേരള ഗവൺമെൻറ് ലോ കോളേജുകൾ അനുവദിക്കുന്നതൊരു അറിയിപ്പ് വന്നു. സത്യത്തിൽ നമ്മളാദ്യം അറിഞ്ഞിരുന്നില്ല. നമുക്ക് അബദ്ധവശാൽ നമ്മുടെ ചില ആൾക്കാർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിന് സമയം വെച്ചിട്ട് വൈകിയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോഴും നമുക്ക് പ്രതീക്ഷയില്ല. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 17 ആപ്ലിക്കേഷൻ ഉണ്ട് ലോ കോളേജിന് അപേക്ഷ കൊടുക്കുന്നു. അപ്പോൾ അവരൊക്കെ വലിയ കോളേജുകൾ നടത്തുന്നവരാണ്. നമ്മൾക്ക് വലിയ പ്രതീക്ഷയില്ല. എങ്കിലും ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ജനറൽ സെക്രട്ടറിയെ കാണുന്നു. ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഞങ്ങൾ ലോ കോളേജിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്, സഹായിക്കണമെന്നൊക്കെ പറയുമ്പോൾ ലോ കോളേജ് ജനറൽ സെക്രട്ടറി അന്നേരമാണ് അറിയുന്നത് ലോ കോളേജിന് കൊടുക്കുന്നത്. ജനറൽ സെക്രട്ടറി അപ്പം തന്നെ ബന്ധപ്പെടുന്നു. ജനറൽ സെക്രട്ടറി പുതിയ ലോ കോളേജായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞങ്ങൾ അന്നേരം ഒന്നും പുറകോട്ട് പോയില്ല. ലോ കോളേജ് വേണമെന്നുള്ള ആവശ്യമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. അത് അവസാനം എത്തുമ്പോൾ നമുക്ക് തരില്ല എന്ന് ഗവൺമെൻറ് ഉറച്ചു പറയുന്നത്. കാരണം നിങ്ങളൊരു കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് അല്ല, നിങ്ങളൊരു ശാഖ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് നമ്മുടെ പ്രിയങ്കനായ MLA അന്ന് മന്ത്രിയാണ് ബാബു പറയുന്നത്. ബാബു എതിർത്ത് സ്നേഹക്കുറവുകൊണ്ട് പറഞ്ഞല്ല, ഗവൺമെൻറ് നിയമം ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ കൊടുത്താൽ മതി എന്നുള്ള നിയമമായിരുന്നു. നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള കോളേജുകളുടെ എണ്ണവും അധ്യാപകരുടെ എണ്ണവും കുട്ടികളുടെ എണ്ണവും ഇവിടുത്തെ വിജയ ശതമാനം എല്ലാം കണക്കുകൂട്ടി നിങ്ങൾ ലിസ്റ്റ് കൊടുക്കാൻ പറയുന്നു. ആ ലിസ്റ്റൊക്കെ നമ്മൾ തയ്യാറാക്കി ആ സാറ് പറഞ്ഞമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ ചെയ്യുമ്പോൾ സാറ് നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ലൈനിലേക്ക് നമ്മൾ കൊണ്ടുവരും. അങ്ങനെ ഈ രൂപത്തിലൊക്കെ പോകുമ്പോൾ ഗവൺമെൻറ് ഓർഡർ ആവുന്നു. 3 കോളേജുകൾക്ക് മാത്രമാണ് അത് ലിസ്റ്റ് വരുന്നത്. അതൊന്ന് മാറിവാനേഴ്സാണ്, 2 കൊല്ലം കൊട്ടിയം NSS, കൊല്ലം SF. ഈ 3 ലിസ്റ്റാണ് വരുന്നത്. നമ്മുടെ പേരില്ല. അപ്പോഴും നമ്മൾ ഒരുപാട് ഓടി ഇതിന് പുറകെ നടക്കുന്നു. ശിവഗിരിയിൽ നിന്ന് ഉദംബരാജ സ്വാമികളാണ് സെക്രട്ടറി സ്വാമിയെ ഞങ്ങൾ കണ്ടു, കാര്യങ്ങളെല്ലാം കണ്ടു. സ്വാമി നമുക്ക് വേണ്ടി നന്നായിട്ട് സഹായിച്ചു. ഇത് ശിവഗിരിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്, ഇവർക്ക് കൊടുക്കണം സ്വാമി ആവശ്യപ്പെട്ടു. അവർ വളരെ സഹായകരമായി. അത് ഇങ്ങനെ പോകുന്ന വഴികളാണ് ഞാനീ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഗവൺമെൻറ് നിന്ന് ഓർഡർ കിട്ടുന്നു. അപ്പോഴും പ്രതിസന്ധികളുണ്ട്. ബാർ കൗൺസിലിൽ നിന്ന് സാങ്ഷൻ കിട്ടണം, ഡൽഹിയിൽ നിന്നുള്ള സാങ്ഷൻ വേണം. അവിടെയും ചെല്ലുമ്പോൾ അവിടെ അജിസ്ഥാൻ എന്ന് പറയുന്ന ബാർ കൗൺസിലിൻ്റെ കേരള ഘടക ചെയർമാൻ അതിൻ്റേതായ സഹകരണം ചെയ്യുന്നു. അപ്പോഴും സമയം കഴിഞ്ഞു, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഗുരുവാണ് നമ്മളെ വലിയത്. ഗുരു ഒരു വഴി, ഞങ്ങളാരും വലിയവരല്ല, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഈ വഴിയിലൂടെ പോകുമ്പോൾ ഗുരു ഓരോരുത്തർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെച്ച് തരികയാണ്. കേരളത്തിലെ ആദ്യത്തെ 4 അൺഎയ്ഡഡ് ലോ കോളേജ് 2012 തുടങ്ങിയ ആദ്യത്തെ അൺഎയ്ഡഡ് ലോ കോളേജ് തുടങ്ങാൻ നമുക്ക് സാധിച്ചു. ഗാന്ധി യൂണിവേഴ്സിറ്റി ആകെ ഒരെണ്ണമാണ് അനുവദിച്ചത്, നമ്മുടേതായിരുന്നു. അങ്ങനെയെല്ലാം നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ഇത് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അൺഎയ്ഡഡ് ലോ കോളേജ് തോട്ട SL ലോ കോളേജ്. എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് തിരക്കെന്ന് പറഞ്ഞാൽ 8:30 ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. കാര്യമായിട്ട് മാനേജിംഗ് അതോറിറ്റിയുടെ മീറ്റിംഗാണ്. ഈ 14-15 ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള NAAC ടീമിൻ്റെ വിസിറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റാണ് തീരുമാനിച്ചത്. സാങ്കേതിക പ്രശ്നങ്ങൾ ഓൺലൈനാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാം കൊണ്ട് ആ ഓൺലൈൻ മീറ്റിംഗിൽ എങ്ങനെ പങ്കെടുക്കണമെന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ഞാൻ കെട്ടിടക്ക് അവിടെ ചെല്ലേണ്ടതുണ്ട്. ചെല്ലണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രസിഡന്റ് ഞാനാണ്, പ്രസിഡന്റാണ് സ്കൂളിലെ മാനേജർ. അതുകൊണ്ട് ഞങ്ങളുടെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഞങ്ങളുടെ ടീം എല്ലാം ഉഷാറാണ്. എല്ലാവരും കൂടി ചെല്ലുക, കാര്യങ്ങൾ ചെയ്യുക. അതിന് ഞങ്ങളുടെ ഇതിനു മുമ്പിരുന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മണിയപ്പൻ, EL മണിയപ്പൻ എന്നാണ്. 25ഓളം വർഷം മണിയപ്പൻ ചേട്ടനായിരുന്നു ഇതിൻ്റെ മെയിൻ സ്ഥാനങ്ങളിലാണ്. പലരും ഉണ്ടായിരുന്നു. എങ്കിലും മണിയപ്പൻ ചേട്ടൻ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും വളരെ നല്ലൊരു നേതൃത്വം നൽകിയിരുന്നു. ഞാൻ ആ കൂടെ വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ടൈമിൽ മണിയപ്പൻ ചേട്ടൻ 25 വർഷമൊക്കെ പൂർത്തീകരിച്ചു. ഞാൻ പ്രായമായി, എനിക്കിനി വയ്യ എന്നൊക്കെ പറഞ്ഞ് മാറി. ആ സമയത്താണ് ഞാൻ പ്രസിഡന്റായിട്ട് വരുന്നത്. അങ്ങനെ ഇപ്പോൾ ആ അവസ്ഥയിൽ ഞാൻ വൈസ് പ്രസിഡന്റാണ്, ഞാൻ പ്രസിഡന്റായി മാറുന്നത്. ഇലക്ഷനാണ് ഇവിടെ, ഭാരത് ഇലക്ഷനാണ്. പക്ഷേ വേറൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. എല്ലാവരും നല്ല ഐക്യത്തിലാണ് പോകുന്നത്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ഇപ്പം നമ്മുടെ പ്രസാദ് ചേട്ടൻ പറഞ്ഞത് ഒരു കാര്യം, നിങ്ങളുടെ കോട്ടയം യൂണിയനിലാണേലും അടുത്തുവൃത്തിയാണേലും SNDP യോഗത്തിൻ്റെ എവിടെ എടുത്താലും പല കോളേജുകളും സ്കൂളുകളും ഇന്ന് വലിയൊരു പ്രതിസന്ധി നേടുന്നൊരു കാലഘട്ടമാണ്. കുട്ടികളും കുറവാണല്ലോ, അടുത്ത പ്രശ്നമാണ്. പക്ഷേ ഞങ്ങളിവിടെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് കോഴ്സുകൾ മാറ്റിക്കൊണ്ടുമാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ
ഞങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി BA ഇംഗ്ലീഷിലോ BSc മാത്സിലോ BSc ഇലക്ട്രോണിക്സിലോ കുട്ടികൾ കുറവായി വരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത്രയും അധ്യാപകർ നിലനിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിലേക്ക് പോകുന്നു, ആ കോളേജ് ഭാവിയിൽ മുങ്ങിപ്പോകുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. അതിനനുസരിച്ച് തന്നെ ഞങ്ങൾ എല്ലാവരോടും ആലോചിച്ചുകൊണ്ട് ആ 3 കോഴ്സുകൾ നിർത്തിക്കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് ഞങ്ങൾ BBAയും BSc സൈബർ ഫോറൻസിക് അണ്ണയിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ കോളേജാണ്. അങ്ങനെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലെല്ലാം നമുക്ക് കൃത്യമായി കുട്ടികളെ കിട്ടുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അണ്ണയിൽ കോളേജ് നമ്മുടെതാണ്. സവിശേഷമാണ് വളരെ ചിട്ടയോടുകൂടിയാണ് പോകുന്നത്. ഈ വർഷവും ഞാനിന്ന് തിരക്കിൻ്റെ കാര്യമുണ്ട്, തിരക്കിൻ്റെ ദിവസമാണ്. ഞങ്ങൾ ഇന്ന് പുതിയൊരു 2 കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പരിശോധന ഇന്നുണ്ട്. അതായത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒന്ന് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സാണ്, ഒന്ന് ടൂറിസവുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. ഈ 2 കോഴ്സുകളിലെയും പരിശോധനയ്ക്ക് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ആൾക്കാർ വരും. അവർ 11 മണി കഴിയുമ്പോൾ വരും. അവരെ സ്വീകരിക്കണം, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം, അവർ ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും, അതെല്ലാം കൃത്യതയോട് ചെയ്തു കൊടുക്കണം. അതിൻ്റെ തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള അത് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പോയില്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ കൂട്ടാനുള്ള മെയിൻ കാരണം നഷ്ടത്തിലുള്ള കോഴ്സുകൾ നിലനിർത്തി അധ്യാപകരെയൊക്കെ നിലനിർത്തി പോകുമ്പോൾ ആ സ്ഥാപനം നാളെ ഉണ്ടാവില്ല. നഷ്ടത്തിലാവുമ്പോൾ അപ്പം തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വെച്ചില്ലെങ്കിൽ അത് പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല. അതെന്ന് വെച്ച് കുട്ടികളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾ കളിസ്ഥലങ്ങൾ ഉണ്ടാകും, അതൊരു മെയിനായിട്ടുള്ള കാര്യമാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ 2 ഗ്രൗണ്ടുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ടുകളാണ്. അവിടെ ഇന്ന് വൈക്കം ഉപജില്ല തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങൾ പോലും വന്ന് നമ്മുടെ ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ഇവിടെ CBSEയുടെ ക്ലസ്റ്റർ ലോൺ മീറ്റ് എന്ന് പറഞ്ഞാൽ 7 ജില്ലകളിൽ മത്സരം നടത്താറുണ്ട്. അത് നമ്മുടെ കോളേജ് സ്കൂൾ ഗ്രൗണ്ടിലാണ് നടത്തുന്നത്. ഒരു വർഷം നടത്തിയപ്പോൾ അവർ നമ്മുടെ അടുത്ത വർഷം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എല്ലാത്തിനും മുന്നേറാൻ നമുക്ക് സാധിക്കുന്ന ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മുടെ BEd കോളേജാണ് ഏറ്റവും ആദ്യകാലത്ത് തുടങ്ങിയ കോളേജ് BEd കോളേജാണ്. അതിന് സ്വാമി ശാശ്വത സ്വാമികളുടെ വളരെ സഹായം ഉണ്ടായിരുന്നു. അത് ആദ്യ ലിസ്റ്റിൽ കർണാടക മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമുക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ സ്വാമികളുടെ ഇടപെട്ടുകൊണ്ടാണ് ആ കോളേജ് നമുക്ക് മേടിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാമിയോടുള്ള ആദരസൂചകമാണ് നമ്മൾ മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്വാമി ശാസ്ത്രീയ കോളേജിന് പേര് കൊടുത്തു. ആദ്യത്തെ സ്വാമിയുടെ പേരുള്ള കോളേജ് വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ എല്ലാം നമ്മുടെ സ്കൂളുകളാണെങ്കിലും വളരെ ഭംഗിയായ ചുറ്റോടുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുക. വിശദീകരിച്ച് അധികം പറയാത്ത സമയത്തിന്റെ കുറവുകൊണ്ടാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഗുരുപൂജ ഹാളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നിങ്ങൾ ചെമ്മനത്തേരെ ചെമ്മനത്തേരെ വരുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ഇവിടെ ബാലകൃഷ്ണ തന്ത്രികൾ നിങ്ങൾ പലരും അറിയായിരിക്കും. ബാലകൃഷ്ണ തന്ത്രികൾ ഇവിടെ തന്ത്രികളായി കുറെ കാലം ഉണ്ടായിരുന്നു. താമസ തന്ത്രികൾ ഇവിടെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ഞാൻ ശാഖയുടെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ഇവിടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ വിളി വരുന്നു. ഈ ഭഗവാന്റെ ആറാട്ടുകടവിൽ കായൽ ഒരു ഗുരുവിന്റെ വിഗ്രഹം വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ വല്ല സാധാരണ കളിപ്പാട്ടം പോലത്തെ ആയിരിക്കുന്ന കാര്യം. പക്ഷെ അവിടെ വലിയ ജനക്കൂട്ടമാണ്. ചെല്ലുമ്പോൾ വലിയൊരു ഗുരുവിന്റെ പ്രതിമ അവിടെ വെള്ളത്തിൽ കിടക്കുന്നത്. ഞങ്ങൾ തന്ത്രിയോട് ഞാൻ വിളിച്ചു ചോദിച്ചു. തന്ത്രി വിളിച്ചപ്പോൾ പറഞ്ഞു അത് എടുത്ത് വെക്കാൻ പറഞ്ഞു. കറക്കി കയറ്റി നമ്മുടെ ആറാട്ടുകടവിന്റെ അറയിൽ വെച്ചു. അതിനുശേഷം വിളിച്ചപ്പോൾ തന്ത്രി അതൊരു കാര്യം ചെയ്യും, അവിടെ വെക്കേണ്ട, ആൾക്കാരെ കൂടി പ്രശ്നങ്ങളാകും, നിങ്ങളൊരു കാര്യം എടുത്തുകൊണ്ട് ഈ ഹാളിൽ വെക്കാൻ പറഞ്ഞു. അന്നൊരു ക്ലാസ് റൂം പോലെ കിടക്കാൻ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ഒരു റൂമായിരുന്നു. ഇവിടെ വെക്കാൻ പറഞ്ഞു. ഇവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു, ഒരു പിടിയും കിട്ടുന്നില്ല, ഇവിടുന്ന് വന്നൊന്നുമില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ചെമ്മനത്തുകരയിൽ അവിടെ വെങ്കല പ്രതിമ സ്ഥാപിച്ചപ്പോൾ അവിടെ ഇരുന്ന ഗുരുവിന്റെ പ്രതിമ വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യാൻ കുറച്ച് പേരെ ഏൽപ്പിക്കുന്നു. നിങ്ങളിങ്ങനെ പോകുന്ന പോലെ 3 പാലം കിടന്നാണ് വൈക്കത്ത് തന്നെ ഇവിടെ വരുന്നത്. അതുകൂടാണ്ട് ഒരുപാട് കായലുകൾ വെള്ളാട്ടുകാരുള്ള സ്ഥലത്തുനിന്ന് അവർ അത് കൊണ്ടുവന്ന് ഈ ഭാഗത്ത് എവിടെയോ നിക്ഷേപിക്കുന്നു. അതാണ് വഴി നമ്മുടെ ഈ ആറാട്ടുകളിൽ നടക്കുന്നത്. ആ പ്രതിമയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഗുരുവിന്റെ. ഇവിടെ വന്ന ശേഷം ഉണ്ടായ മാറ്റം ഞങ്ങൾ വളരെ വലുതാണ്. കാരണം ഈ പഠന ക്ലാസ് മുന്നോട്ട് നടക്കുമ്പോൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠന ക്ലാസ് കേന്ദ്രങ്ങളിലൂടെ അതിനോട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വലിയ ഒരു ഉഷാർ വരാത്തൊരു കാലഘട്ടമായിരുന്നു. കുട്ടികളധികം വരില്ല. ഇവിടെ അന്നദാനം നടക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാർ സാധനം വെള്ളമടിച്ചു വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗുരുവിന്റെ പ്രതിമ ഇവിടെ വരികയും ഇവിടെ വെച്ച് ഞങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയും ശേഷം പഠന ക്ലാസ് ഇന്നത്തേക്ക് പൂർണ്ണമായി മാറ്റുന്നു. ഇവിടെ പഠന ക്ലാസ്സിന് കൂടെ പ്രത്യേകത തന്നെയാണ്. ഞങ്ങൾ കാലങ്ങളായി തുടങ്ങിയ ശേഷം ഞങ്ങളൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നു. അത് ഞങ്ങൾ ചിലർ നിലത്തുനിന്നതാണ്. ചിങ്ങം തൊട്ട് കഞ്ഞി വരെ ഒരു ഗുരുദേവ കൃതികളുടെ പാരായണ മാസം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി. അതിന് വലിയ പ്രാധാന്യം നമുക്ക് ശാഖയിൽ ഞങ്ങൾ യൂത്തുകാരാണ്. വലിയ പ്രാധാന്യം ശാഖ പോലെ തരാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ A4 പേപ്പറിലൊക്കെ അടിച്ചിട്ട് കൊണ്ടുവന്ന് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്ത് അവരൊക്കെ കൊണ്ടുവന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഈ പാരായണ മാസം ഞങ്ങൾ ഇത് തുടങ്ങിയതെന്ന് വെച്ചാൽ കുട്ടികളെന്ന് രാവിലെ വന്ന് 7 മണിക്ക് വന്ന് 7 വരെ പ്രാർത്ഥന ഗുരുകുത്തികൾ ചെല്ലുക, ഇവിടെ ചെയ്യുക. അതിനുശേഷം വൈകിട്ട് പ്രായമുള്ള ഞങ്ങളുടെ ചില ആചാര്യന്മാർ ഇവിടെയുണ്ട്. നമ്മളെ സഹായിച്ച ഒരുപാട് പേര് ഇത് ഈ രീതിയിലേക്ക് വളർത്തിയവരുണ്ടായിരുന്നു. അവർ വൈകിട്ട് എല്ലാ ദിവസവും വരും.
പക്ഷേ കേൾക്കാനൊന്നും അധികം ആൾ വരില്ല. അപ്പോഴും ഞങ്ങൾ നമ്മുടെ മൈക്രോക്കാരെയൊക്കെ വിളിച്ചിട്ട് കുറച്ച് പേര് വരണം, അവിടെ ഇരിക്കണം എന്നൊക്കെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി ഡെയിലി ഈ പാരായണ മാസം കൃത്യമായി ഞങ്ങൾ നടത്തുക. ഇത് അവസാനത്തിലേക്ക് ഒരു പ്രമുഖരായ പ്രഭാഷകരെ കൊണ്ടും പ്രഭാഷണം നടത്തുവാനും അത് ഞങ്ങൾ ശിവഗിരിയിലും ചെന്ന് പറഞ്ഞു. ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, ഇതെല്ലാവരും ഒന്ന് നടപ്പിലാക്കിയാൽ നല്ലതായിരുന്നു, നമുക്കൊരു മണ്ഡലകാലം പോലെ ഗുരുവിൻ്റെ ഒരു കാര്യം പഠിപ്പിക്കാൻ അവസരം കിട്ടും എന്നൊക്കെ. പക്ഷേ ഇന്ന് ശിവഗിരിയും ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു, അവരെല്ലാവർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. വളരെ സന്തോഷമാണ്. ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഞങ്ങളത് 9 വരെ മാറ്റി 40 ദിവസമാകുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ ഗംഭീരമായാണ് ഞങ്ങൾ ആ പരിപാടികൾ നടത്തുന്നത്. വളരെ ചിട്ടോടി ആ പരിപാടി. അത് ഇന്ന് ഞങ്ങളുടെ കുട്ടികളാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്കൂടെ 7:30 മുമ്പ് ഇവിടെ എത്തും. 8:30 വരെ പ്രാർത്ഥനയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരെ കളിക്കാൻ വിടും. പുറത്ത് കളിക്കാൻ സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ച് ഐറ്റമൊക്കെ ഇതിനകത്തുണ്ട്. അവർ കളിക്കാൻ പോയിട്ട് 9 മണിക്ക് വന്നാൽ അവർക്കുള്ള ഭക്ഷണം അവിടെ കൊടുക്കും. അതിനുള്ള ആരെങ്കിലും സ്പോൺസർ ഉണ്ടാവും. ആ ബോർഡിൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. ഇതിനെ കുട്ടികളുടെ പേരായിരിക്കും ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് അവർ വീണ്ടും അകത്ത് കയറ്റിയ ശേഷം 10:30 വരെ ക്ലാസ്സുകളായിരിക്കും കൊടുക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പഠന കേന്ദ്രത്തിൻ്റെ രീതി. എന്നിട്ട് അദ്ദേഹത്തിനെല്ലാം പ്രഭാഷണ പരമ്പര ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ചിങ്ങ് വന്നോട്ട് കന്യാകുമാരി പ്രമുഖരായ ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ ഇവിടെ നടത്തുന്നതാണ്. അതാണ് നമ്മുടെ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ അമ്പലമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പലരും കേട്ടാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ നമുക്ക് അമ്പലത്തിലെ ഞങ്ങൾ ചെലവുകളെല്ലാം ചെയ്യും. ഇവിടെ 2 അമ്പലമാണുള്ളത്. അത് വേറൊരു സാങ്കേതിക പ്രശ്നമാണ്, പറയാൻ നേരില്ല, അത് ചുരുക്കിയാണ്. അപ്പോൾ 2 അമ്പലം 14 ദിവസം ഉത്സവം. ഇവിടെ അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ അന്നദാനം. തുടക്കത്തിൽ കൊടിയേറ ദിവസം ഏകദേശം 8,000 പേര് അന്നദാനം ഉണ്ടാവും. ഡെയിലി ഒരു 2,000-3,000 പേര് അന്നദാനം എല്ലാ ദിവസവും ഈ 14 ദിവസവും വളരെ ഗംഭീരമാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ ഗംഭീരമായിട്ട് എടുക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് അതിൻ്റെ ചെലവുകൾ ചുരുക്കി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് പാവപ്പെട്ട വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. ഞങ്ങളപ്പോൾ 2 വർഷത്തെ ചെലവുകൾ ചുരുക്കിക്കൊണ്ട് 20 വീടുകൾ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അനുസരിച്ച് സെലക്ഷനൊക്കെ നടത്തി 20 വീട് കണ്ടെത്തി. പക്ഷേ 20 വീടുകൾ 14 വീടുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. കാരണം 6 വീടുകൾ നിങ്ങൾക്കറിയാം ഈ ദേശത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, തീരദേശ സംരക്ഷണ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. വീട് പണിയാൻ പറ്റാത്ത 6 വീടുകളാണ് പണിയാൻ പറ്റും. 14 വീടുകൾ നമ്മൾ സഹായിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു പദ്ധതി എന്ന് പറയുന്നത് 3 കോളേജുകളാണ് ഉള്ളത്. ഈ കോളേജുകളുടെ നേതൃത്വത്തിലുള്ള NSS യൂണിറ്റ് വഴി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 4 ലക്ഷം രൂപ വീട് പണിയാൻ തരും. ആ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മളൊരു 2 ലക്ഷം രൂപ നമ്മൾ സഹായം കൊടുത്തുകൊണ്ട് സഹായത്തോട് വീടുകൾ പണിയുന്ന സംവിധാനം. ഇപ്പോൾ 3 വീടുകൾ അങ്ങനെ പൂർത്തീകരിച്ചു. ഇപ്പോൾ 3 വീടുകൾ. അതുപോലെ ലൈഫ് മിഷനായിട്ട് വിട്ട് നമ്മുടെ ആൾക്കാർക്ക് കിട്ടുന്ന വീടുകൾക്കും SNDP സഹായവും 2 ലക്ഷം രൂപ കൊടുക്കും. ഘട്ടങ്ങളായി കൊടുക്കും. ഓരോ സ്റ്റേജിന് 50,000 വെച്ചാൽ 2 ലക്ഷം രൂപ നമ്മുടെ സഹായം കൊടുക്കും. അതാണ് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ. അതുകൂടാണ്ട് ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പ്രായമുള്ള പാവപ്പെട്ടവരായ ആൾക്കാർക്ക് ഈ 82 പേർക്ക് നമ്മൾ 600 രൂപ വെച്ച് പെൻഷൻ പദ്ധതി ഉണ്ട്. 82 പേർക്ക് 1-ാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ 600 രൂപ വെച്ച് ചെന്നിരിക്കും. അതേപോലെ നമ്മുടെ ശാഖയിലെ പാടില്ലാത്ത കുട്ടികൾ, നിങ്ങൾക്കറിയോ ഓട്ടിസം പോലുള്ള ബാധിച്ച കുട്ടികളുള്ള ആൾക്കാർക്ക് 1000 രൂപ വെച്ച് എല്ലാ മാസവും 1-ാം തീയതി അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുന്നു. അങ്ങനെ കുറേ പദ്ധതികളും ശാഖയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ശാഖ പുതിയൊരു പദ്ധതിയായ ഒരു പാലിയേറ്റീവ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ശാഖാതിർത്തിൽ വരുന്ന എല്ലാവർക്കും ഈ പാലിയേറ്റീവ് നമുക്കറിയാം, പല പാവപ്പെട്ടവർക്കും ഒരു വയ്യായിക വന്നാൽ അവർക്ക് മേടിക്കാനോ കട്ടിന് മേടിക്കാനോ ഒരു വാട്ടർ ബെഡ് മേടിക്കാനോ എയർ ബെഡ് മേടിക്കാനോ ഒരു വാക്കർ മേടിക്കാനോ പറ്റാത്ത സൗകര്യമില്ല. അവർക്ക് വേണ്ട ഓക്സിജൻ സഹിതമുള്ള സംവിധാനങ്ങൾ നമ്മുടെ ശാഖയിൽ ഒരുക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് ശാഖകൾ നിങ്ങൾ കാണും, ഇത്ര സ്ഥാപനങ്ങളുണ്ട്, എന്തുകൊണ്ട് വഴക്കുണ്ടാവില്ലെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങൾ ഏത് വർക്ക് ചെയ്താലും താഴെത്തെത്തുന്നത് അതിൻ്റെ വർക്കുകൾ ചെയ്യും. കാരണം ഇന്ന് മൈക്രോ യൂണിറ്റ് ഒരു കാര്യം സാധിക്കണം, മൈക്രോ യൂണിറ്റ് തൊട്ട് ആൾക്കാർക്ക് പറയും, കുടുംബ യൂണിറ്റിൽ പറയും, അതിനുശേഷമായിരിക്കും അത് പൊതുയോഗത്തിൽ. അപ്പോൾ ഒരു എതിർപ്പ് ഉണ്ടാകാറില്ല. കാരണം നിങ്ങൾക്കറിയാം, വല്ല അറിഞ്ഞാണ് പുത്തോട്ട് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞ വർഷം. ഇവിടെ കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന് തീരുമാനമെടുത്തു. പലരും പല സ്ഥലങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പല അമ്പലങ്ങളിലും അത് വെച്ചിട്ട് പിന്നോട്ട് പോയവരോ എനിക്കറിയാൻ സാധിച്ചു. പല സ്ഥലങ്ങളിലും വിഷയങ്ങളുണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇവിടെ ആ തീരുമാനമെടുത്ത പൊതുയോഗത്തിൽ പോലും ഒരു എതിർപ്പ് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആ പദ്ധതി നടപ്പിലാക്കി. ഒരു ഓലപ്പടക്കം പോലും ഉത്സവത്തിൽ ഞങ്ങൾ പൊട്ടിച്ചത് ഇപ്പോൾ 4 ദിവസം. ആന പൂർണ്ണമായിട്ട് ഒഴിവാക്കി 3 രഥങ്ങൾ പണിയാൻ ഏൽപ്പിച്ചു. രഥം ഇച്ചിരി ഗംഭീരമായ രഥം തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഗുരു നമുക്കെല്ലാം തന്നിരിക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ അമ്പലത്തിൽ ആ ഭഗവാനും ശ്രീവല്ലഭനും ഒക്കെ നമ്മുടെ സഹായിക്ക് ചേർന്ന ഗുരുവിൻ്റെ അമ്പലത്തിന് ചേർന്നൊരു രഥമായിരിക്കണം എന്നുള്ളതാണ് 3 രഥങ്ങൾ പണിയാൻ കൊടുത്തു. ഒരു രഥത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. 2 രഥത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത വർഷമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ അമ്പലത്തിൽ തൊട്ട് പുറകിൽ രഥം കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരു രഥമാണ് പൂർത്തി. ആ രഥവും 2 താൽക്കാലിക രഥങ്ങളും കൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഉത്സവം ഞങ്ങൾക്ക് നടത്തിയത്.
അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ചുറ്റോടി കൂടിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ നാക്കിൻ്റെ ഒരു വിസിറ്റും പരിപാടിയുടെ തിരക്കുണ്ട്. അവിടെ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങൾ തിരക്കുണ്ട്. എല്ലാ തിരക്കുള്ള അവിടെയൊക്കെ എത്രയൊക്കെ മീറ്റിംഗ് പങ്കെടുക്കുന്നതാണ്. നിങ്ങൾ ഏതൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതൊക്കെ ഉപയോഗം ഞങ്ങൾ എത്തിയവരാണ്. പക്ഷേ ലേറ്റായി. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ലേറ്റ് ആയില്ല, നിങ്ങൾ പക്ഷേ അങ്ങനെയല്ല. ഞങ്ങളങ്ങനെ പ്രതീക്ഷ അനുസരിച്ചാണ് 8:30 ടൈം ഞങ്ങൾ വെച്ചത്. അപ്പോൾ നിങ്ങളെ കാണാൻ സാധിച്ചതിലും എല്ലാത്തിനും വളരെയേറെ സന്തോഷം. ഓക്കെ.